പറഞ്ഞില്ലേ ഉമ്മാന്റെ വീഡിയോസ് എവിടെ ഇല്ല. ഞാൻ എന്റെ ഉമ്മാന്റെ ആ വീഡിയോസ് ഒക്കെ ഞാൻ എന്റെ ഇൻസ്റ്റഗ്രാമിൽ നിന്ന് എന്റെ യൂട്യൂബിൽ നിന്ന് അതൊക്കെ ഞാൻ ഡിലീറ്റ് ആക്കി കഴിഞ്ഞു. എനിക്കറിയാം അത് ഞാൻ ചെയ്തത് തെറ്റാണെന്ന് എനിക്കറിയാം. അത് ചെയ്യാൻ പാടില്ലായിരുന്നു. എന്റെ ഉമ്മ അങ്ങനെ ഒരു തെറ്റ് ഞങ്ങളോട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഞാൻ പബ്ലിക്കിന്റെ മുന്നിൽ കൊണ്ടുവരാൻ പാടില്ലായിരുന്നു. ആ തെറ്റ് എനിക്ക് മനസ്സിലാക്കിയിട്ട് ഞാൻ തെറ്റ് തിരുത്തി ഞാൻ പഠിച്ചവനോട് തോപ ചെയ്ത ഒരു ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഒരുപാട് നാളായി വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് കുറച്ച് തിരക്കുകളൊക്കെ ആയിരുന്നു. പിന്നെ പിള്ളേർക്കൊക്കെ പനിയും കാര്യമൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് വീഡിയോസ് ഒന്നും റെഗുലർ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഒരുപാട് പേര് ചോദിച്ചു. അപ്പോൾ ഇന്ന് എന്തായാലും ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ വന്നതാണ്. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോസുകളൊന്നും ഇടാത്തതുകൊണ്ട് സബ്സ്ക്രൈബേഴ്സൊക്കെ കുറഞ്ഞു വരണം. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടതുപോലെ തന്നെ ഷാജി ഇപ്പോൾ ക്ഷമാപണമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തിൻ്റെ പുറത്താണെന്നൊന്നും അറിയില്ല. പുള്ളിക്കാരി ഇത്രയും കാലം ഉമ്മാനെ കുറ്റം പറഞ്ഞതും അതുപോലെ ചെയ്തു കൂട്ടിയ പ്രവൃത്തികളെല്ലാം തെറ്റായി പോയി, ഞാൻ ഇത്രയും ചെയ്യാൻ പാടില്ല എന്നുള്ള രീതിയിലൊക്കെ ഭയങ്കര ക്ഷമാപണമൊക്കെ ആയിട്ട് പുള്ളിക്കാരി പുറത്ത് വന്നിട്ടുണ്ട്. പുള്ളിക്കാരി ചെയ്യുന്നത് പോലെയല്ല ചെയ്തിരിക്കുന്നത് അല്ലേ. ഓരോരുത്തർക്കും അറിയാൻ പറ്റും. സ്വന്തം ഉമ്മയാണെന്ന് പോലും നോക്കാതെ പുള്ളിക്കാരി എന്തൊക്കെയാണ് മീഡിയയ്ക്ക് മുമ്പിൽ വന്ന് പറഞ്ഞത് അല്ലേ, പബ്ലിക്കിന് മുമ്പിൽ വന്ന് പറഞ്ഞത്. അപ്പൊ ഇപ്പൊ ക്ഷമ ചോദിക്കാനുള്ള ഒരു ഇതുണ്ടെങ്കിൽ അന്ന് ആ ഒരു ബുദ്ധി അവൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ ആ ഉമ്മാൻ ഇത്രയധികം ഇവള് പബ്ലിക്കിന് മുമ്പിൽ ഇട്ട് കൊടുക്കില്ലായിരുന്നു. അപ്പൊ ഇപ്പൊ എവിടെ നിന്നാണ് ഈ ഒരു ബുദ്ധി വന്നിരിക്കുന്നതെന്ന് അറിയില്ല. ഇപ്പൊ അവളുടെ ചാനൽ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും കുറച്ച് റീച്ചൊക്കെ കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഷെരീഫ് എന്നുള്ള ഷെരീഫിന്റെ വീട്ടിൽ പോയിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അവൻ ശരിക്ക് കൊടുത്തിട്ടുണ്ട്. ഓടിച്ചു വിട്ട് ആ ഒരു വീഡിയോസ് ഒക്കെ കണ്ടതാണ്. നമ്മളായിട്ട് നിൽക്കുക, നമ്മൾ വെറുതെ എന്തിന് നമ്മുടേതായിട്ടുള്ള രീതിയിലുള്ള വീഡിയോസുകളും കാര്യങ്ങളൊക്കെ ഇട്ട് പോയി കഴിഞ്ഞാൽ ആരും നമ്മളെടുത്ത് കുടയെ നമ്മളെടുത്ത് ഇത് ചെയ്യുകയൊന്നും ചെയ്യില്ല. അപ്പോൾ ഈ പുള്ളിക്കാരി സ്വന്തം ഉമ്മാനെ പോലും വെറുതെ വിടാതെ പബ്ലിക്കിന് മുമ്പിൽ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുമ്പോൾ ആരാണെങ്കിലും അത് എടുത്ത് പ്രതികരിക്കും. ഇപ്പോൾ കൈസിനെ ആണെങ്കിൽ കൈസും ഇതുപോലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരനെ ഇവള് എന്താ പറയാ ഇത് വീട്ടിയത് പകരം വീട്ടിയത് പുള്ളിക്കാരി കൈസിന്റെ വൈഫിന്റെ ഫോട്ടോ എടുത്തിട്ട് പുള്ളിക്കാരൻ്റെ ഷാജിയുടെ ചാനലിൽ ഇട്ടിട്ട് അതിൽ ലൈംഗിക ചൊവ്വയുള്ള അശ്ലീലമായിട്ടുള്ള രീതിയിലുള്ള പോസ്റ്റൊക്കെ ഇട്ടിട്ടുള്ള ആ രീതിയിലൊക്കെയാണ് പുള്ളിക്കാരി ചെയ്തു കൂട്ടിയത്. അത് കൈസ് കേസും കൊടുത്തിട്ടുണ്ടായിരുന്നു. ആദ്യമൊന്നും ആരും കൈസിന് വേണ്ടിയിട്ട് പോലീസ് സ്റ്റേഷനിൽ വലിയ ഇതൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. കേസ് വലിയൊരു ഇതൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് അത് ഏറ്റെടുത്തു. അതിനും എന്തൊക്കെയോ തീരുമാനമായി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കൈസിന്റെ ചാനൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷാജി ഒരാളെ മാത്രമല്ല, ഒരുപാട് പേരെ ഈ പുള്ളിക്കാരിക്ക് എന്താണ് പറയുന്നത് എന്ന് പുള്ളിക്കാരിക്ക് പോലും അറിയുന്നില്ല. പുള്ളിക്കാരി എന്തൊക്കെയോ വന്നിട്ട് മീഡിയയ്ക്ക് മുമ്പിൽ വന്നിട്ട് പറയുന്നു. എന്ത് റീച്ചിന് വേണ്ടിയിട്ടാണെങ്കിലും എന്തിനു വേണ്ടിയിട്ടാണെങ്കിലും സ്വന്തം ഉമ്മാനെ ഇങ്ങനെയൊക്കെ പറയുന്നത് ആർക്കും അംഗീകരിക്കാൻ പറ്റില്ല, ആർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. എത്ര വലിയ തെറ്റുകാരിയായിട്ടുള്ള ഉമ്മയാണെങ്കിലും ഇങ്ങനെ വന്നിട്ട് പബ്ലിക്കിന് മുമ്പിൽ പറയുന്ന സമയത്ത് അത് ആളുകൾ ചോദിക്കും, ആളുകൾ അതെടുത്ത് കുടയും. റിയാക്ഷൻ ചെയ്യുന്നവരൊക്കെ അതെടുത്ത് പ്രതികരിക്കും. അത് തെറ്റ് തന്നെയാണ്. ഒരിക്കലും നമ്മളങ്ങനെ നമുക്കത് നമ്മുടെ അടുത്ത് ഉമ്മമാർ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നമ്മളത് പബ്ലിക്കിന് മുമ്പിൽ അത് എടുത്തിടാൻ പാടില്ല. എന്തായാലും പുള്ളിക്കാരി ക്ഷമാപണമായിട്ടുള്ള ആ ഒരു ഇത് നമുക്ക് വ്യക്തമായിട്ടൊന്ന് കണ്ടിട്ട് വരാം. കണ്ടു നോക്കൂ. ഉമ്മാന്റെ ആ വീഡിയോസ് ഒക്കെ ഞാൻ എന്റെ ഇൻസ്റ്റഗ്രാമിൽ നിന്ന് എന്റെ യൂട്യൂബിൽ നിന്ന് അതൊക്കെ ഞാൻ ഡിലീറ്റ് ആക്കി കഴിഞ്ഞു. എനിക്കറിയാം അത് ഞാൻ ചെയ്തത് തെറ്റാണെന്ന് എനിക്കറിയാം. അത് ചെയ്യാൻ പാടില്ലായിരുന്നു. എൻ്റെ ഉമ്മ അങ്ങനെ ഒരു തെറ്റ് ഞങ്ങളോട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഞാൻ പബ്ലിക്കിന്റെ മുന്നിൽ കൊണ്ടുവരാൻ പാടില്ലായിരുന്നു. ആ തെറ്റ് എനിക്ക് മനസ്സിലാക്കിയിട്ട് ഞാൻ തെറ്റ് തിരുത്തി ഞാൻ പഠിച്ചവനോട് തോപ ചെയ്ത ഒരു സംഭവമാണ്. ഞാൻ ആ തെറ്റ് എനിക്ക് മനസ്സിലായി. പഠിച്ചവനെ അത് എനിക്ക് പൊരുത്തപ്പെട്ട് തരണം, അല്ലെങ്കിൽ അത് പുറത്ത് തരണമെന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ട് അങ്ങനെയൊക്കെ പുള്ളിക്കാർ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട്. എന്താണ് ഇപ്പോൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇങ്ങനെ തോന്നാന്നുള്ളത് എല്ലാവരും ആലോചിക്കണ്ട. ഈ പറയുന്ന പോലെ ഞാൻ ചിന്തിക്കുന്ന പോലെ നിങ്ങളും ചിന്തിക്കുന്നുണ്ടാവും. അത് വല്ലാത്തൊരു തന്നെയാണ്. ഇപ്പൊ ഇത് അള്ളാന്റെ അടുത്ത് തൗബ ചെയ്തിട്ടും യാതൊരു കാര്യമില്ല. നീ ഉമ്മാന്റെ അടുത്ത് പോയിട്ട് ഉമ്മാനെ പൊരുത്തം വാങ്ങിച്ചിട്ട് വേണം അള്ളാഹിനോട് തൗബ ചെയ്യണം. അല്ലാതെ ഇമാതിരി കാട്ടിക്കൂട്ടലൊക്കെ കാണിച്ചു കൂട്ടിട്ട് ആ ഒരു സ്വന്തം ഉമ്മയാണെന്ന് പോലും നോക്കാതെ എന്തെല്ലാം വീഡിയോസുകളാണ് പുള്ളിക്കാരി പബ്ലിക്കിന് മുമ്പിൽ ഇട്ട് കൊടുത്തത്. അതിപ്പോൾ എത്ര ഡിലീറ്റ് ആക്കി കളഞ്ഞാലും കുറേ പേര് അതെടുത്ത് റിയാക്ട് ചെയ്തിട്ടുണ്ട്. അവരുടെയൊക്കെ ചാനൽ ഇത് കിടപ്പുണ്ട്. അപ്പോൾ അതൊരിക്കലും ആ ഒരു ഇതിന്ന് പോകുന്നില്ല. ആ ഉമ്മാന്റെ ആ ഒരു ഇത് എപ്പോഴും അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ നീ എന്ത് കളഞ്ഞിട്ടും കാര്യമില്ല, എന്ത് തൗബ ചെയ്തിട്ടും കാര്യമില്ല. നീ ഉമ്മാന്റെ അടുത്ത് പോയിട്ട് പൊരുത്തം വാങ്ങിച്ചിട്ട് ഉമ്മ പൊരുത്തപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം മാത്രം നീ അള്ളാഹിനോട് തൗബ ചെയ്തിട്ട് കാര്യമുള്ളൂ. അല്ലാതെ ഇത് നീ എവിടെ പോയിട്ട് എന്ത് പറഞ്ഞിട്ടും യാതൊരു കാര്യമില്ല. എന്താണ് ഇപ്പോൾ ക്ഷമാപണമായിട്ട് വീഡിയോ ചെയ്തിട്ടൊന്നും കാര്യമില്ല. ഇത് പബ്ലിക് എല്ലാം അത് ഏറ്റെടുത്ത് കഴിഞ്ഞു. ഇത് അങ്ങനത്തെ അത്രയ്ക്ക് മാത്രം പുറത്തതായിട്ട് വന്നു കഴിഞ്ഞു. ഇപ്പൊ ക്ഷമാപണമായിട്ട് ഉമ്മാൻ്റെ അടുത്ത് പോകണമെങ്കിൽ ഉമ്മയാണ് പൊരുത്തപ്പെട്ട് കൊടുക്കുമായിരിക്കും. എന്നാലും പബ്ലിക്കിന് മുമ്പിൽ എത്ര മാത്രം
എത്രമാത്രം ആ ഒരു സ്ത്രീക്ക് മോശം ഇത് ഉണ്ടായി, അതുപോലെ തന്നെ ഇവള് ഷാജിദ എന്നുള്ള ഒരു വ്യക്തിക്കും എത്രമാത്രം ഇതായി, അതൊന്നും ചിന്തിക്കാതെ നമ്മളൊന്നും ചിന്തിക്കാതെ എടുത്തിട്ട് പെരുമാറുമ്പോൾ ഉള്ള ഒരു പ്രശ്നങ്ങളാണ് ഇതൊക്കെ. നമ്മൾ ഒരു കാര്യം ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് അതിൽ എന്തെല്ലാം ഭവിഷ്യത്തുകളുണ്ട്, അത് എൻ്റെ ഉമ്മയാണോ, നമ്മുടെ പേഴ്സണൽ മാറ്റേഴ്സ് ഒക്കെ എടുത്ത് പബ്ലിക്കിന് മുമ്പിൽ ഇടുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാനുണ്ട്. എന്തായാലും ബാക്കി കൂടെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം, കണ്ടു നോക്കൂ. എൻ്റെ യൂട്യൂബിൽ കാണില്ല, എൻ്റെ ഷോർട്സിൽ കാണില്ല, എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ കാണില്ല, ഞാൻ അതൊക്കെ ഡിലീറ്റ് ചെയ്തു. അതും ഞാൻ ആ സംഭവം കഴിഞ്ഞിട്ടും ഞാനൊരു 2 വീക്കൊക്കെ കഴിഞ്ഞിട്ടാണ് ആ സംഭവം ഇട്ടിട്ടുണ്ടായിരുന്നത്. കാരണം എന്താന്ന് പറയാൻ, എന്നെ അപ്പോഴും അങ്ങനെ മെന്റലി പ്രഷർ ചെയ്യിപ്പിച്ചിട്ട് ഇടിയിച്ച സംഭവമാണത്. അത് ഞാനായിട്ട് ഇട്ടതൊന്നല്ല. അത് ചിലപ്പോൾ എൻ്റെ അറിവില്ലായ്മ കൊണ്ട് ഞാൻ ഇട്ടതായിരിക്കും. അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. എൻ്റെ അടുത്ത് ഒരുപാട് പേര് എനിക്ക് പേഴ്സണലി വിളിച്ചിട്ട് പറഞ്ഞു, ഷാജി അങ്ങനെ ചെയ്യേണ്ട, അതൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയി, ആ വീഡിയോസ് ഒന്നും അങ്ങനെ ഇടണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാനത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഞാനത് ചെയ്തിട്ടില്ല. പിന്നെയും ഈ എന്താ പറയാ, ആ സംഭവങ്ങൾ വീണ്ടും വീണ്ടും എടുത്ത് അതേ ഒരു ഇതാക്കി കൊണ്ട് നടക്കണം ഓരോ. ഇത് പറയുമ്പോൾ ഇപ്പൊ ഇവളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവര്, ഇവളുടെ ഈ വീഡിയോ കാണുന്നവര് എന്താ പറയുക, വിചാരിക്കുക അയ്യോ പാവം, എത്ര പാവമാണ്, എന്താണ് ഇവളെ ഇങ്ങനെയൊക്കെ ആൾക്കാർ പറഞ്ഞല്ലോ എന്നാണ് ചിന്തിക്കുക. എമ്മാതിരി കാണിച്ചു കൂട്ടലാണ്. ഫസ്റ്റ് മുതലേ എടുത്ത് വീഡിയോസ് കണ്ടവർക്ക് അറിയാം ഇവള് കാണിച്ചു കൂട്ടിയ കാര്യങ്ങളൊക്കെ കണ്ടാൽ മനസ്സിലാവും. സ്വന്തം കൂടപ്പറപ്പുകളാണെന്ന് പോലും നോക്കാതെ, സ്വന്തം ഉമ്മയാണെന്ന് പോലും നോക്കാതെ എന്തെല്ലാം കാട്ടിക്കൂട്ടത്. ഈ ഒരു വീഡിയോ, ഇവളുടെ വീഡിയോ എടുത്ത് പ്രതികരിച്ചതിനാണ് ആ ഷെരീഫിന്റെ വീട്ടിൽ പോയിട്ട് എന്തെല്ലാം കോലാഹലങ്ങൾ ഉണ്ടാക്കി. ആ ഷെരീഫിന്റെ വീട്ടുകാരെയും അതുപോലെ തന്നെ ഭാര്യയും മക്കളെയും വരെ അവള് വെറുതെ വിടാതെ എന്തെല്ലാം വാക്കുകൾ പറഞ്ഞു. അതൊന്നും പൊറുക്കാൻ പറ്റാത്ത തെറ്റല്ലേ. ഇപ്പോ എല്ലാം ഡിലീറ്റ് ആക്കിയത് കൊണ്ടോ, നീ അള്ളാഹിനോട് പൊരുത്തപ്പെടലിനെ തേടിയത് കൊണ്ടൊന്നും യാതൊരു കാര്യമില്ല. നീ ചെയ്ത കാര്യങ്ങളാണ് എല്ലാവരും എടുത്ത്, ഷെരീഫ് ഉൾപ്പെടെ ഉള്ള യൂട്യൂബേഴ്സ് എടുത്ത് റിയാക്ട് ചെയ്തത്. അതിന് നീ അവരുടെ വീട്ടിൽ ചെന്നിട്ട് അവരെ എന്തെല്ലാം നീ പറഞ്ഞുണ്ടാക്കി, അതൊക്കെ നിനക്ക് മാറ്റാൻ പറ്റും. അതൊക്കെ മറക്കാനും പൊറുക്കാനും, അവരോട് ഇതെല്ലാം ഞാൻ ചെയ്തത് എൻ്റെ അറിവില്ലായ്മ കൊണ്ടാണ്, എൻ്റെ അന്നത്തെ ആ ഒരു ഇതുകൊണ്ടാണ് ചെയ്തതെന്നൊക്കെ പറയാൻ പറ്റും. ഒരിക്കലും പറ്റില്ല. ഇത് സ്വയബോധത്തോടു കൂടി തന്നെ ചെയ്തതാണ്. അല്ലാതെ ഒരാളും അറിവില്ലായ്മ കൊണ്ടൊന്നും സ്വന്തം ചാനലിൽ ഇങ്ങനെയുള്ള വീഡിയോസുകൾ എടുത്ത് ഇടും. അറിവില്ലായ്മ കൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ? ഒരിക്കലും ഇല്ല. ഇതൊക്കെ സ്വയം അറിവോടുകൂടി തന്നെ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇതിപ്പോ സംഭവം വേറെ ഒന്നുമല്ല. പുള്ളിക്കാരുടെ നാട്ടിൽ നിന്ന് മണ്ണാർക്കാട്ടിലേക്ക് താമസം മാറ്റി. മണ്ണാർക്കാട്ടിലാണ് ഷെരീഫിന്റെ വീടും. ഷെരീഫ് വീട്ടിൽ ചെന്ന സമയത്ത് ഈ കണ്ട പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയ സമയത്ത് ഷെരീഫിന്റെ അടുത്ത് കളിച്ചപ്പോൾ ഇവള് വിചാരിച്ചു ഇവള് പോയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഷെരീഫ് അങ്ങ് ഒതുങ്ങും, ഷെരീഫ് യാതൊരു തരത്തിലും പിന്നെ ഇതായിട്ട് വരില്ല, പോലീസ് എല്ലാം ഇവളുടെ ഭാഗത്താണെന്നുള്ള ചിന്തിച്ച് പുള്ളിക്കാരി അവിടെ പോയിട്ട് പല പ്രശ്നങ്ങളും ഉണ്ടാക്കി, വീട്ടുകാരെയും മക്കളെ വരെ പല തെറികളും വിളിച്ചു. പക്ഷേ ഷെരീഫ് ഒതുങ്ങിയില്ല. ഷെരീഫ് അതെല്ലാം വീഡിയോ എടുത്ത് റെക്കോർഡാക്കി വെച്ച് അതെല്ലാം പുള്ളിക്കാരൻ എല്ലാ തരത്തിലും ഷാജിദ ലോക്ക് ചെയ്തു. അതാണ് പുള്ളിക്കാരി ഇപ്പോൾ ഒരു പുതിയ ക്ഷമാപണമായിട്ട് വന്നിരിക്കുന്നത്. അതുമല്ല, ചാനലിലൊക്കെ കുറച്ച് വീഡിയോസിനൊക്കെ റീച്ച് കുറഞ്ഞു. അപ്പോൾ എന്തായാലും സ്വാഭാവികമായിട്ട് ഇനി ഇവിടെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എനിക്ക് എവിടെയും ജയം കിട്ടില്ല എന്നുള്ള രീതിയിൽ പുള്ളിക്കാരി അതെല്ലാം നിർത്തി വേറൊരു ട്രാക്ക് പിടിച്ചിരിക്കുകയാണെന്ന് തന്നെ പറയാം. എന്തായാലും ഷെരീഫിന്റെ വീട്ടിൽ പോയിട്ട് ഷെരീഫിന്റെ വീട്ടിൽ പോയിട്ടുള്ള കാര്യങ്ങളും എല്ലാം വീഡിയോസിൽ ഞാനും ഇട്ടതാണ്. കുറെ ഞാൻ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഷെരീഫ് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കണ്ടു നോക്കൂ. അത് അയാൾ അനുവദിച്ചതിന് ഒരു മഹാഭാഗ്യം. എന്റെ ഈ വീഡിയോ ഇതൊക്കെ പഠനം കണ്ടേക്കേ ആൾക്ക് മനസ്സിലായി മാസം വാടക ഉണ്ടാവില്ല, ലൈവേ ഉണ്ടാവുള്ളൂ എന്നുള്ളത്. എളുപ്പം ഇറങ്ങിക്കോളാൻ പറഞ്ഞു. അപ്പോൾ യേശുദാസിനൊക്കെ വെച്ച് ഉദ്ഘാടനം ചെയ്യാൻ നിൽക്കായിരുന്നു. ഇതേ യേശുദാസും ഇല്ല, MG ശ്രീകുമാറും ഇല്ല, സന്തോഷ് പണ്ഡിറ്റും ഇല്ല, കടയില്ല, ഒന്നുമില്ല. ഒക്കെപ്പാടന് മൂഞ്ചി. ഓളെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയ ഒരാളുണ്ട്. അതാണ് ആദ്യം അവളെ ഒഴിവാക്കിയത്. എന്റെ ഈ പ്രശ്നം കാരണം ആദ്യം എന്നോട് വന്നിട്ട് പറഞ്ഞു, ഷെരീഫെ ഇനി ഞാൻ ഒരു മെസ്സേജ് കൊണ്ട് പോലും ഓരോരുത്തർ ഒരു ബന്ധത്തിന് ഞാൻ പോകൂല, ഇന്നതിലിജ് തെറ്റിദ്ധരിക്കരുത്, എനിക്കിതിലൊരു റോളും ഇല്ല, അള്ളാനെ ഓർത്തിട്ട് ഇതിലേക്ക് വലിച്ചിടരുതെന്ന് ഞാൻ പറഞ്ഞു. ഇതിലില്ലെങ്കിൽ ഇജ്ജ് പേടിക്കേണ്ട കാര്യമില്ല, ഇത് അങ്ങോട്ട് മാറിയിരുന്നു, പക്ഷെ ഇനി എന്നെ ഇതിൽ കാണരുത്. അപ്പൊ പറഞ്ഞു ഒരിക്കലും ഇല്ല, കാരണം എനിക്ക് എന്റെ അനിയനും ഇജ്ജും ഒക്കെ ഒരേ മാതിരി തന്നെ, നിന്നേക്കാ വലുതല്ല എനിക്ക് ഒരിക്കലും അവളെ ഒറ്റ മെസ്സേജ് വാട്സാപ്പിൽ ഞാൻ അയച്ചതാ. ഓള് പെട്ടിയും പ്രമാണം എടുത്തിട്ട് പോന്നു. അവിടുന്ന് മഹല്ലേരും പോലീസും പാടെ കൂടിയിട്ട് നാട്ടുകാരൊക്കെ പാടെ കൂടിയിട്ട് ഓളെ നാട് കടത്താൻ വേണ്ടിയിട്ട് ഇവൾക്ക് പോകാനൊരു നാടുണ്ടായിരുന്നില്ല. അതിലാണ് ഇവളെ മെസ്സേജ് കണ്ടേക്ക് ഇവളോട് ചോദിച്ചത്രേ, എടീ അവിടെ ഏതെങ്കിലും ഒരു വാടക വീട് കിട്ടുമോ, എനിക്ക് തൽക്കാലം ഒന്ന് നിൽക്കാനാണ്. അപ്പൊ ഇവളാണ് ഈ സ്ത്രീ. ഇവളിപ്പോ നിൽക്കുന്ന വീടില്ലേ, ഈ വീട്ടിൽ ഇതിന്റെ മുമ്പ് ഒരു പെണ്ണ് തൂങ്ങി മരിച്ചിട്ട് ഈ വീട്ടിൽ ആരും ഈ വീട് എടുക്കുന്നില്ല. എത്ര വാടക കമ്മിയാക്കി കൊടുത്താലും ഈ വീട് എടുക്കാൻ ആളുണ്ടായിരുന്നില്ല. കാരണം എന്താ, അവിടെ ഒരു പെണ്ണ് മരിച്ചിട്ടുണ്ടായിരുന്നു. അവരെന്തോ ഭർത്താവും അവളും തമ്മിലൊരു ഇഷ്യൂ ആയിരുന്നു. അതിന്റെ പേരിൽ പെണ്ണ് തൂങ്ങി മരിച്ചിരുന്നു. അങ്ങനെ ആ വീട് കുറെ കാലം കൂട്ടിയിട്ട് കിടക്കായിരുന്നു.
അതിന്റെ അടിയേക്കാണ് ഈ വന്നത്. അപ്പൊ പിന്നെ വന്നത് ശൈത്താനല്ലേ, അതുകൊണ്ട് പേടിച്ചല്ലാതെ ഇതിനോട് കൊടുത്തതാ. പക്ഷെ ഇത് മെനയായി, ഇപ്പൊ ഇറങ്ങാൻ പറഞ്ഞിട്ടും ഇറങ്ങണില്ല. ഇപ്പൊ അത് അങ്ങനെ അവിടെ കൂടിയിരിക്കാണ്. ശൈത്താൻ ഇനിയിപ്പോ എന്താ, ആയത്തിൽ കുറിച്ച് ഓതിയിട്ടടക്കം പോകാത്ത ശൈത്താനുണ്ടെങ്കിൽ പിന്നെ എന്താ ചെയ്യുക? അതാണ് ഇപ്പൊ ആ പെരക്കാര അവസ്ഥ. ഓലോട് കംപ്ലൈന്റ് പറയുന്നുള്ളൂ. ഞാൻ എന്ത് ചെയ്യാനാ, ഞാൻ പറയുന്നുണ്ട് ഓള് ഇന്ന് പോകാം, നാളെ പോകാം, മറ്റന്നാ പോകാന്നും പറഞ്ഞിട്ട് ഇങ്ങനെ നിന്ന് വട്ടം കറങ്ങാണ്. കുപ്പിയില് കൂറ വട്ടന്മാരി ഇങ്ങനെ വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് പറയാനല്ലേ പറ്റുള്ളൂ എന്നൊക്കെ മൂപ്പത്തേര് ആരോടൊക്കെ പറയുന്നുണ്ട്, ഈ ഹൗസ് ഓണർ. നമുക്കിപ്പോ അതൊന്നും വിഷയമല്ല. ഇപ്പൊ ഞങ്ങൾ ആരും പറഞ്ഞിട്ടല്ല ഓളെ മറ്റേ കടയുടെ റൂം ഒഴിവാക്കാൻ പറഞ്ഞത്. അയാള് എല്ലാ വീഡിയോസും കണ്ടപ്പോഴാണ് ഇത്. ഷെരീഫ് പറഞ്ഞത് കേട്ടല്ലോ. ഇപ്പോൾ എന്താണ്, ഇവിടെ മണ്ണാർക്കാട്ടിലോട്ട് വന്നു, അവിടെയുള്ള ഹൗസ് ഓണറും പോകാൻ പറഞ്ഞു. പിന്നെ ഷെരീഫും എല്ലാ തരത്തിലും പൂട്ടി, വീഡിയോയ്ക്കും അതുപോലെ ഒരു ഇതുമില്ല. അങ്ങനെ ഇപ്പോൾ എല്ലാ തരത്തിലും പുള്ളിക്കാർ പെട്ട് കിടക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണ് ഷെരീഫിനെ വെച്ച് നോക്കുന്ന സമയത്ത്, ഷെരീഫിനെ ചെയ്ത് വെച്ച് നോക്കുന്ന സമയത്ത് ഇവൾക്ക് ഇതൊന്നും കിട്ടിയാൽ പോരാ. അപ്പോൾ പുള്ളിക്കാരൻ ഹൗസ് ഓണർ ഇറങ്ങാൻ പറഞ്ഞിട്ട് പോലും ഇറങ്ങുന്നില്ല. അപ്പം പോവാൻ വേറൊരു ഇടവില്ല പുള്ളിക്കാരിക്ക്. അപ്പോൾ അങ്ങനെ ലോക്കായിട്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ എല്ലാം നിർത്തി, എല്ലാം അവസാനിപ്പിച്ച് ക്ഷമാപണമായിട്ട് പുള്ളിക്കാർ വന്നിരിക്കുന്നത്. എന്തായാലും നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കാതെ ഒക്കെ എടുത്ത് ചാടുന്ന സമയത്ത്, അതും ഒരു ഭർത്താവില്ലാത്ത സ്ത്രീ ആരെങ്കിലുമൊക്കെ പുറകെ ഉണ്ടെന്ന് പറഞ്ഞിട്ടും ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുമ്പോൾ നമ്മുടെ ഫാമിലിയെങ്കിലും നമ്മുടെ ഒപ്പം ഇല്ലെങ്കിലില്ല, നമുക്ക് എവിടെയും നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഒറ്റയ്ക്ക് നമുക്ക് ഒരിക്കലും പൊരുതി എവിടെ എത്താൻ പറ്റില്ല. നമുക്ക് ആരെങ്കിലുമൊക്കെ കുറച്ച് സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇത് ആരൊക്കെയോ എന്തൊക്കെയോ പറയണത് കേട്ടിട്ട് എടുത്ത് ചാടിയിട്ടുള്ള വന്ന പ്രശ്നങ്ങളാണ് ഇവൾക്കൊക്കെ. എന്തായാലും ഷാജി പറയുന്ന കുറച്ച് കാര്യങ്ങളോട് നമുക്കൊന്ന് കണ്ടു നോക്കൂ. അല്ല, നമുക്കില്ലേ, ഞാൻ പറയട്ടെ, എനിക്ക് ഇപ്പൊ കുറച്ച് ഒരു 1 വീക്കായിട്ട് ഭയങ്കര, കാരണം എന്താണ് നമ്മള് വിട്ട കാര്യം പിന്നെയും നമ്മുടെ പിറകെ നടന്ന് നമ്മളെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പിറകെ നടന്ന് നമ്മളെ ടോർച്ചർ, നമ്മുടേതായ രീതിയിൽ നമ്മൾ ജീവിച്ചു പോകണ്ട്. ആരുടെ അടുത്തും ഒരാളുടെ അടുത്തും 1 ഉറുപ്പിക്ക് നമ്മൾ പോണില്ല. ഞാനുണ്ട്, എന്റെ മക്കളുണ്ട് പറഞ്ഞിട്ട് ഞങ്ങൾ ജീവിച്ചു പോണത്. അതിന്റെ ഇടയിൽ വീണ്ടും വീണ്ടും നമ്മളെ എന്താ പറയാ, പിന്നാലെ നടന്നിട്ട് നമ്മളെ ശല്യപ്പെടുത്തണം, നമ്മളെ പിന്നാലെ നടന്നിട്ട് വീഡിയോസ് ഇടുകയാണ്. അപ്പൊ ഒരു പരിധിയില്ലേ, നമുക്ക് സഹിക്കുന്നതിന് ഒരു പരിധിയില്ലേ, ക്ഷമയ്ക്കൊരു ഇവൾക്ക് ഒരു ഇത് വന്നപ്പോൾ സഹിക്കുന്നതിനും ക്ഷമിക്കുന്നതിനും ഒരു പരിധിയുണ്ട്. ഇവള് കാരണം ആ സ്വന്തം ഉമ്മ, കൂടപ്പറപ്പുകൾ, അതുപോലെ ഏതെല്ലാം യൂട്യൂബേഴ്സിനെ ഇവളെന്തെല്ലാം പറഞ്ഞ് കരിവാരി തേച്ചിരിക്കുന്നു. അപ്പൊ അവർക്കൊക്കെ ക്ഷമിക്കുന്നതിനൊരു പരിധിയില്ല. അവരെത്രമാത്രം നിന്റെ ഇത് കാരണം അവര് ഇതായിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവർക്കും ക്ഷമിക്കുന്നതിനൊരു പരിധിയുണ്ട്. നീയായിട്ട് ഈ ഒരു സ്റ്റാൻഡിൽ തന്നെ അന്ന് നിന്നിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും പ്രശ്നങ്ങളൊന്നും വരില്ലായിരുന്നു. നീ തന്നെയാണ് നിന്റെ വില സ്വയം കളഞ്ഞത്, അല്ലാതെ വേറെ ഒരു ഇതുമില്ല. അവരുടേതായിട്ടുള്ള കാര്യങ്ങളായിട്ട് പോകണല്ലോ. സ്വന്തം ഉമ്മാനെ കുറിച്ച് ആരാണെങ്കിലും വീഡിയോ പബ്ലിക്കിന് മുമ്പിൽ എടുത്തിടുന്ന സമയത്ത് അതൊരിക്കലും ആർക്കും അംഗീകരിക്കാൻ പറ്റില്ല. അത് എങ്ങനത്തെ ഉമ്മയായിക്കോട്ടെ, നീ തന്നെയാണ് നിന്റെ കുഴി തോണ്ടിയതെന്ന് തന്നെ പറയാം. അപ്പോൾ ഇപ്പോൾ ക്ഷമാപണമായിട്ട് വന്നിട്ട് യാതൊരു കാര്യമില്ല. ആ ഉമ്മാൻ്റെ അടുത്ത് പോയിട്ട് ആദ്യം കാലിൽ വീണിട്ട് മാപ്പ് അപേക്ഷിക്കുക, എങ്കിലേ എല്ലാത്തിനും ഒരു അവസാനം ഉണ്ടാവുള്ളൂ. ഇപ്പം ആരെയാണെങ്കിലും നമ്മൾ പറയുന്ന സമയത്ത് കുറച്ചുകൂടെ ആലോചിച്ചിട്ട് മാത്രം കാര്യങ്ങൾ പറയുക, അല്ലാതെ എടുത്തു ചാടി എന്തെങ്കിലുമൊക്കെ പറയുന്ന സമയത്ത് ഇതുപോലെ ലാസ്റ്റ് കിടന്ന് കരയേണ്ടി വരും. എവിടെയും നിക്കക്കണ്ണി ഇല്ലാതെ ഓടേണ്ട അവസ്ഥ വരും. ഇതിപ്പോൾ എന്താ പറയുക, ഇപ്പോൾ മണ്ണാർക്കാട് പോയി അവിടെയും നിൽക്കാൻ പറ്റാത്തൊരു അവസ്ഥ ആയിരിക്കുകയാണ് പുള്ളിക്കാരിക്ക്. ഇപ്പം എന്തായാലും ക്ഷമാപണമായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു ട്രാക്ക് പിടിച്ചിട്ടാണ് പുള്ളിക്കാരി പോകുന്നത്. ഈ ഒരു ഇതിൽ ആരും ഇനിയും വീഴരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. പുള്ളിക്കാരി ഒരിക്കലും മാറാൻ പോകുന്നില്ല. പുള്ളിക്കാരി കുറച്ച് റീച്ച് കുറയുന്ന സമയത്ത് ഭയങ്കര പാവമായിട്ട് വരും. പിന്നെ കുറച്ച് റീച്ച് കൂടിക്കഴിഞ്ഞാൽ ഞാനെന്നുള്ള ഭാവത്തിൽ പുള്ളിക്കാരി വരും. ആ ഒരു രീതിയാണ് പുള്ളിക്കാരൻ്റെ ഷാജിയുടെ ഒരു ഇത്. എന്തായാലും ഇവളുടേത് എവിടം വരെ പോകുന്നത് നമുക്ക് കണ്ടറിയാം. എന്തായാലും ഇത്രയുള്ള എൻ്റെ ടോപ്പിക്, നിങ്ങളുടെ അഭിപ്രായമൊക്കെ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പുതിയ വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.